എൻ.സി.പിയിലെ മന്ത്രി മാറ്റത്തിൽ വീണ്ടും അവ്യക്തത. പി.സി. ചാക്കോയും തോമസ് കെ തോമസും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് മന്ത്രിമാറ്റം ചർച്ചയായില്ലെന്ന് തോമസ് കെ തോമസ് വ്യക്തമാക്കി. മന്ത്രിസ്ഥാനം നോക്കി നടക്കുന്ന ആളല്ല താനെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസിന്റെ പ്രതികരണം. ഞാൻ ഇവിടെ ഡൽഹി വന്നത് പവാർജിയെ കാണാനാണ്. എൻ്റെ മാനസികമായിട്ടുള്ള സകല വിഷയങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു, അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. എൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ മന്ത്രിമാറ്റമൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്ന വിഷയമാണ്. അത് 2021 തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് പവാർജിയുടെ തീരുമാനമാണ്, തോമസ് കെ തോമസിൻ്റേതല്ല. പാർട്ടിയുടെ തീരുമാനമാണ്. അത് പാർട്ടി നടപ്പിലാക്കട്ടെ. അനുകൂലമായ മറുപടിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും. കാരണം അത് തോമസ് എൻ്റെ തീരുമാനമാണ്, ആ നടപ്പിലാക്കേണ്ട ചുമതല എനിക്കുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ നേതൃത്വവുമായി സംസാരിക്കാൻ തയ്യാറാകുന്നത്. അല്ലേ? ഡൽഹിയിൽ നിന്നും ആർ അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, യഥാർത്ഥത്തിൽ ഈ തോമസ് കെ തോമസ് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. തീർച്ചയായിട്ടും എസ്കേൻ, അത് തന്നെയാണ് ഇന്ന് ശരത് പവാറിൻ്റെ വസതിയിൽ നിർണായക ചർച്ചകൾക്ക് വേദിയായി എന്നുള്ളതാണ്. തോമസ് കെ തോമസും പി.സി. ചാക്കോയും വസതിയിലെത്തുകയും തങ്ങളുടേതായ അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതായത് പി.സി. ചാക്കോ അറിയിച്ചത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് ശശീന്ദ്രൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ തോമസ് കെ തോമസ് അറിയിച്ചത് ഈ മന്ത്രി സ്ഥാനം സംബന്ധിച്ച ധാരണ അത് പാലിക്കാത്തതിൽ ഉള്ള അതൃപ്തിയാണ് തോമസ് കെ തോമസും അറിയിച്ചത്. അദ്ദേഹം അതിനുശേഷം നമ്മളോട് പ്രതികരിക്കുന്ന വേളയിൽ അദ്ദേഹം പറയുന്നത് താൻ ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അത് ശരത് പവാറിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഒരു കത്ത് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അനുകൂല തീരുമാനമുണ്ടാകും എന്നത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ച ഇന്നുണ്ടായിട്ടില്ല, അത് നാളെ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള തീരുമാനം പാർട്ടി സ്വീകരിക്കട്ടെ എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നു. ശരത് പവാറിന് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ ഒരു തീരുമാനം പറഞ്ഞത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. അതായത് നിലവിൽ ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചിട്ടുള്ള അതൃപ്തി അത് പരസ്യമാക്കുന്നില്ലെങ്കിൽ കൂടിയും ദേശീയ നേതൃത്വത്തിന് മുൻപിൽ ആ അതൃപ്തി ഇരുവരും വ്യക്തമാക്കി എന്നതാണ് ഈ ഒരു ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഏറെ നിർണായകമായിട്ടുള്ള ഒന്നെന്നത് CPM-ന്റെ നേതാവ് പ്രകാശ് കാരാട്ട് ശരത് പവാറിൻ്റെ വസതിയിൽ എത്തിയിരുന്നു. ഇതിൽ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ CPM-ന്റെ സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനം എന്താണോ ഇക്കാര്യത്തിൽ അത് പ്രകാശ് കാരാട്ട് ശരത് പവാറിനെ അറിയിച്ചതായുള്ള സൂചനകളാണ് വരുന്നത്. പൊതുവെ ശശീന്ദ്രനൊപ്പം നിൽക്കുന്ന ഒരു അനുകൂല സമീപനമാണ് സംസ്ഥാന ഘടകം സ്വീകരിച്ചു പോരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെയും ഇത് സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് പുരോഗമിക്കും. SKN. ഓക്കെ, താങ്ക് യു. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീരാജ് കാലിക്കറ്റ് ചോദിക്കുന്നു, SKN ഇന്ന് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ, കുഴപ്പമില്ല. ഉണ്ണിപ്പിള്ള പറയുന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ധൈര്യമുണ്ടെങ്കിൽ 2 വെള്ളത്തിൽ കാല് വയ്ക്കാതെ മറുപടി പറയുക, വീര്യമാണെങ്കിൽ പറയണം എന്നാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥിയാണെന്ന് താങ്കൾക്കറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നാൽ എന്തൊക്കെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. മാത്രമല്ല, ഇന്ന് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ അതായത് ഭരണഘടനയുടെ തന്നെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന തീരുമാനമായിരിക്കും അതെന്നാണ് ഒരു ലോക്സഭാംഗം പറയുന്നത് കേട്ടത്. മനീഷ് തിവാരിയൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ബേസിക് സ്ട്രക്ചർ അമെൻഡ് ചെയ്യാൻ പാർലമെൻറ്റ് അധികാരമില്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു കോടതി വിധി സുപ്രീം കോടതിയിൽ നിന്ന് കേശവാനന്ദ ഭാരതി കേസിലുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി കഴിയട്ടെ, നമുക്ക് അഭിപ്രായം പറയാവുന്നേ ഉള്ളൂ. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഇത് വിട്ടിരിക്കുകയല്ലേ, അത് കഴിയട്ടെ, നമുക്ക് പറയാം.